പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്ര മനോഹരമായൊരു സായാഹ്നം നമുക്ക് നൽകി അനുഗ്രഹിച്ചതിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം. നമ്മൾ വലിയ ആഴ്ചയിലാണ് ആയിരിക്കുക. വലിയ ആഴ്ചയിലെ ചൊവ്വാഴ്ച ദിനത്തിലെ സായാഹ്നത്തിലാണ് നമ്മൾ ആയിരിക്കുക. ഈ ഒരു സായാഹ്നത്തില് ഈശോ നമ്മോട് പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഈശോയെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ജീവിതം സഹനങ്ങളിലായിരിക്കുന്ന അവസ്ഥയിലായെന്നുള്ളതാ. അതുകൊണ്ടല്ലേ ജോബ് 19:26 നമ്മൾ വായിക്കും, എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. അദ്ദേഹം തീവ്രമായ വേദനയിലും തളർച്ചയിലും തകർച്ചയിലും സഹനത്തിലും ഒക്കെയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിലാണ് അദ്ദേഹം ദൈവത്തെ ആ സഹനത്തിൽ നിന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള സഹനങ്ങളൊക്കെ ദൈവത്തെ കാണാനുള്ള അവസരങ്ങളാണ്. ഹന്ന ദേവാലയത്തിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നില്ലേ ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട്? അങ്ങനെ സാമുവേലിന് ലഭിക്കുന്നില്ലേ? ദൈവത്തെ ഏറ്റവും ജെന്യുവനായിട്ടും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും വിളിക്കുന്നത് സഹനത്തിന്റെ സമയത്താ. ജോബ് 42:5 അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. നോക്കിയേ, നമ്മുടെ സഹനങ്ങള്, വേദനകള്, ദുഃഖങ്ങള്, ഏകാന്തതകള്, മുറിവുകളൊക്കെ ആ നിമിഷങ്ങളിലൊക്കെയാ കർത്താവിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുക കേട്ടോ. അപ്പൊ നമ്മളുടെ സഹനങ്ങളൊക്കെ ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കുക. അവ രക്ഷാകരങ്ങളാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. സഹനങ്ങളെ ഒരിക്കലും നമ്മൾ ശപിക്കരുത്. സന്തോഷങ്ങൾ തരുന്ന ദൈവം ഒരു സഹനവും വേദനയും ദുഃഖവും ഒക്കെ നമുക്ക് തരുമ്പോൾ കർത്താവിനെതിരെ സംസാരിക്കുന്നവരായി മാറിപ്പോകരുത്. വിശ്വാസമില്ലാത്തവരായിട്ട് മാറിപ്പോകരുത്. നിരാശ ഉള്ളവരായിട്ട് മാറിപ്പോകരുത്. കർത്താവിൽ നിന്ന് അകന്നു പോകരുത്. സഹനമാ ദൈവത്തെ കാണാനുള്ള ഏറ്റവും നല്ല മാർഗം. ആ ഒരു ദർശനത്തിൽ നിന്നാ നിനക്ക് ഉൾക്കരുത്ത് ലഭിക്കുക. ഇന്ന് ഈശോ സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള കരുത്ത് നിനക്കും എനിക്കും ഒക്കെ തരട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ എൻ്റെ സഹനങ്ങളിൽ അങ്ങയെ കാണാനുള്ള കൃപ നൽകണമേ. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.